ഹലോ ഓൾ, മൈ ഗ്ലാമിൽ നിന്ന് 2 ലിപ്സ്റ്റിക്കും ഒരു ലിക്വിഡ് സിന്ദൂറും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓഫറും അതേപോലെ റിവ്യൂവും പറയാനാണ് കേട്ടോ വീഡിയോ. ഈ ഇടയ്ക്ക് വെറുതെ ഇൻസ്റ്റ നോക്കിയിരുന്നപ്പോഴാണ് ഒരു മൈ ഗ്ലാമിൻ്റെ ആഡ് പോപ്പപ്പ് ആയത്. അതായത് ബൈ 2 ലിപ്സ്റ്റിക് അറ്റ് 99 റുപ്പീസ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അവരുടെ വെബ്സൈറ്റ് കയറി നോക്കിയപ്പോഴാണ് ഈ ഒരു ലിക്വിഡ് സിന്ദൂറും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട 2 ഷെയ്ഡും 99 റുപ്പീസിന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് മൂന്നും കൂടിയിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 250 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ ഞാൻ പേ ചെയ്തത്. ഈ 2 ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും ഓഫറിൽ 99 റുപ്പീസിനാണ് കേട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത്. മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ലിപ്സ്റ്റിക് എൻ്റെ ഒരു ഭയങ്കര വീക്ക്നെസ് ആയിരുന്നു കേട്ടോ. പണ്ട് വർക്ക് ചെയ്തിരുന്ന ടൈമിൽ ഞാൻ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തത് ഇതിനായിരുന്നു. പക്ഷെ ഇപ്പം കഴിഞ്ഞ ഒരു 8-9 മാസമായിട്ട് ഞാൻ വർക്ക് ചെയ്യാഞ്ഞതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഇനിയിപ്പോൾ പുതുതായിട്ട് എന്തിനാണ് ലിപ്സ്റ്റിക്ക് മേടിക്കുന്നത്, പുറത്ത് പോകുമ്പോൾ ഞാൻ ലിപ് ടിൻറ്റോ അല്ലെങ്കിൽ ലിപ് ബാം അങ്ങനെയൊക്കെ യൂസും ചെയ്യുള്ളൂ. ഒരു ഷെയ്ഡ് വന്നിട്ട് ഒരു ബ്രൈറ്റ് റെഡും പിന്നെ ഉള്ളത് ഈ പിങ്കും ആണ് കേട്ടോ. ഞാൻ എയറോസ്റ്റസ് ട്രെയിനിങ് ചെയ്തിരുന്ന ടൈമിൽ അവിടെ യൂണിഫോമിൽ കമ്പൽസറി ആണ് കേട്ടോ റെഡ് ലിപ്സ്റ്റിക്ക്, ബ്രൈറ്റ് റെഡ് ലിപ്സ്റ്റിക്ക്. അതിനുശേഷം എനിക്കൊന്ന് നീയും ഞാനും സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഞാൻ ഈ ബ്രൈറ്റ് റെഡ് യൂസ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് ചാനലിൽ നിന്ന് ഞാൻ ന്യൂഡ് ലിപ്സ്റ്റിക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം പിന്നെ ഞാൻ ബ്രൈറ്റ് റെഡ് ലിപ്സ്റ്റിക്ക് അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. സീരിയലും അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് ഞാൻ അതൊക്കെ എടുത്ത് ഓരോരുത്തർക്ക് കൊടുത്തു വിട്ടു കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ അങ്ങനെ ബ്രൈറ്റ് റെഡ് ലിപ്സ്റ്റിക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ആ ടൈമിലാണ് ഈ ഒരു ആഡ് കാണുന്നതും ഞാൻ അങ്ങനെ കുറേ നാളായല്ലോ എന്തായാലും ഒന്ന് മേടിച്ച് നോക്കാം, വെറുതെ വീട്ടിലെങ്കിലും ഇടാം എന്ന രീതിയിൽ ഞാൻ മേടിച്ചതാണ് കേട്ടോ. മാറ്റ് ലിപ്സ്റ്റിക് ആണ്, ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ അത്യാവശ്യം കേട്ടോ. സ്മച്ച് പ്രൂഫ് അങ്ങനെയൊന്നും അല്ല, പക്ഷെ ലാസ്റ്റ് ചെയ്യും. അങ്ങനെ ഫസ്റ്റ് ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ഞാൻ ട്രൈ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഫുൾ ഒന്ന് വൈപ്പ് ചെയ്തിട്ട് നമ്മളുടെ സെക്കൻഡ് വൺ അതായത് ഈ പിങ്ക് ഒന്ന് ട്രൈ ചെയ്യാണ്. ബ്രൈറ്റ് ഷെയ്ഡ് മാത്രമല്ലായിരുന്നു കേട്ടോ, അതേപോലെ അത്ര ബ്രൈറ്റ് അല്ലാത്ത ന്യൂഡ് ഷെയ്ഡ്സും ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഞാൻ ഈ 2 ബ്രൈറ്റ് ഷെയ്ഡ് എന്താ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഓൾറെഡി കുറേ ന്യൂഡ് ഷെയ്ഡ്സ് ഉണ്ട്. കാരണം ഞാൻ വർക്ക് ചെയ്തിരുന്ന ടൈം തൊട്ടേ ഈ ന്യൂഡ് ഷെയ്ഡ് മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് ചാനലിൽ പറഞ്ഞതിന് ശേഷം തൊട്ട് ഞാൻ ഫുള്ള് ന്യൂഡ് ഷെയ്ഡ്സ് ആയിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അത്യാവശ്യം കുറച്ച് കളക്ഷൻ അതുണ്ട്. അപ്പോൾ ഇപ്പോൾ ബ്രൈറ്റ് കളേഴ്സാണ് ഇല്ലാത്തത്. പിന്നെ അത് മാത്രമല്ല വേറൊരു ഗുഡ് ന്യൂസ് കൂടിയുണ്ട്, ഞാൻ പുതിയൊരു വർക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ആ ഒരു വർക്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിന് ബ്രൈറ്റ് കളേഴ്സ് ആണ് ഇടേണ്ടത്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രൈറ്റ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഡോണ്ട് നോ വൈ, പക്ഷേ ഐ ഫീൽ സോ പവർഫുൾ അങ്ങനെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ് ഷെയ്ഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ. വാട്ടർ പ്രൂഫ്, സ്വെറ്റ് പ്രൂഫ്, സ്മച്ച് പ്രൂഫ് അങ്ങനെയൊന്നും ഞാൻ പറയില്ല, പക്ഷെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും. ഇപ്പം തന്നെ ഞാൻ വൈപ്പ് ഓഫ് ചെയ്തിട്ടും എന്നാലും അവിടെ ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ചെറിയൊരു ഷെയ്ഡ് ഉണ്ട്. വർക്കിനൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ സിന്ദൂരം അങ്ങനെയൊന്നും യൂസ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല. പിന്നെ ഈ പൊടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ബാഗിലൊക്കെ സ്പില്ലാവും എന്ന് പറഞ്ഞ് ഭയങ്കര ഒരു ടെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അധികം സിന്ദൂരം ഇടാത്ത ഒരാളാണ്. അപ്പോഴാണ് ഈ ഒരു വെബ്സൈറ്റിൽ ഞാൻ ഈ ഒരു ഓഫർ കണ്ട് നോക്കിയപ്പോൾ ഈ ഒരു ലിക്വിഡ് സിന്ദൂർ കണ്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സിസ്റ്ററും എൻ്റെ അമ്മയൊക്കെ ഇത് മേടിച്ചിട്ട് അവർ യൂസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. മൈഗ്ലാമിൻ്റെ അല്ല, വേറെ ഏതൊക്കെയോ ബ്രാൻഡാണ്. അപ്പം ഞാൻ വെറുതെ എന്തായാലും 99 ലിപ്സ്റ്റിക്ക് മാത്രം ആവണ്ട, ഇതുകൂടെ നമുക്കൊന്ന് മേടിച്ച് നോക്കാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി മേടിച്ചതാണ്. അത് ഞാൻ നേരെയല്ല ഇട്ടേക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഇനിയും ഇത് ഇട്ടിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ എവിടെയോ പുറത്ത് പോയിട്ട് വന്നപ്പോഴാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ ഡെലിവർ ആയത്. അപ്പം ഞാൻ അതെല്ലാം നോക്കി വീഡിയോ എടുത്തിട്ട് ഞാനൊന്ന് പോയി കുളിച്ചു. ഫ്രഷ് ആയിട്ട് വന്നിട്ടും ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു ഷെയ്ഡ്, ചെറിയൊരു ഷെയ്ഡ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ലിക്വിഡ് സിന്ദൂർ വന്നിട്ട് ട്രാൻസ്ഫർ പ്രൂഫ് എന്നായിരുന്നു അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് എനിക്കൊന്നൊരു അണ്ടർ ഒരു 1 മിനിറ്റ് പോലും വെച്ചില്ല. അപ്പോഴത്തേക്ക് ഞാൻ ഫേസ് വാഷ് ചെയ്തപ്പോൾ ഞാൻ അതും കൂടി കഴുകി കളഞ്ഞു കേട്ടോ. മേ ബി ഈ സിന്ദൂർ വന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഡ്രൈ ആവാനായിട്ട് ടൈം കൊടുക്കണമായിരുന്നു, അറിയില്ല. പിന്നെ ആ ബ്രൈറ്റ് റെഡ് ലിപ്സ്റ്റിക്ക് ഞാൻ വർക്കിന് പോയപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് റീടച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ ലാസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഈ ഓഫർ ഇപ്പോഴും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് വെബ്സൈറ്റ് ചെക്ക് ചെയ്യൂ കേട്ടോ. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ടേക്ക് കെയർ. അടുത്ത വീഡിയോ കാണാം.